ആ നോവൽ ഞാൻ വായിച്ച സമയത്ത് ലിറ്ററലി ഞാനിങ്ങനെ വിചാരിച്ചു, പഠിച്ചോൻ ഇത്രയും നല്ല മനുഷ്യന്മാരൊക്കെ ലോകത്തുണ്ടോന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചതേ ഇല്ല ഇങ്ങനെ ഒരു മനുഷ്യനായിരിക്കും ഇയാൾ, എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല. പിന്നെ നഖമൊക്കെ ഏകദേശം ഒരു പുലിയുടെ നഖമായിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ ചേട്ട തൂങ്ങിയിട്ട് വേക്കൽ, പിന്നെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ വേക്കലേക്ക് തൂങ്ങി കിടക്കായിരുന്നു മാത്രം. ഒരു പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളല്ല കുഞ്ഞിക്ക എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ആ നഷ്ടപ്പെട്ട ആരോഗ്യം എപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ദാഹിക്കുന്ന സമയത്ത് ആ ദാഹം മൊത്തത്തിൽ തീരാനുള്ള അത്ര വെള്ളം ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വയർ നിറച്ച് രുചിയുള്ള ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാനാണ് കുഞ്ഞിക്ക. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആടുജീവിതം സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആടുജീവിതം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ ഒരു സ്റ്റോറി, ഇപ്പം ഔട്ട്ലൈന് സ്കെലിറ്റൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. നജീബ് എന്ന് പറഞ്ഞൊരു പാവം പച്ചയായിട്ടുള്ളൊരു സാധുവായ മനുഷ്യൻ എയർപോർട്ടിലെത്തുന്നു. അവിടെ നിന്ന് ഏതോ ഒരു കാട്ടറബി കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തെ ഒരു ബസറയിൽ കൊണ്ടാക്കുന്ന ആ കുറേ ആടുകളുടെ ഇടയിൽ ഏകദേശം 2-2.5 വർഷത്തോളമുള്ള ജീവിതം. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് രക്ഷപ്പെട്ടെത്തുന്നു. ഇതാണ് കഥ. ഇതിൽ ഇദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുന്നേ ആ ഒരു ബസറയിൽ നിന്ന് ഓടി ഏകദേശം എനിക്ക് തോന്നുന്നു എത്രയോ ദിവസങ്ങളോളം അദ്ദേഹം ഓടിയിട്ടുണ്ട്. 2-2.5 ദിവസങ്ങൾ എത്രയൊക്കെ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും ദിവസം ഓടിയിട്ട് ഇദ്ദേഹം മെയിൻ റോഡിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയുള്ള ഒരു നല്ല ഹോട്ടൽ ഉടമ അദ്ദേഹത്തിന്, അതായത് നജീബ് കാക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗൾഫ് രാജ്യത്തിലുള്ള ഒരു നല്ല മനുഷ്യന് ഇയാൾക്ക് കിടക്കാൻ, നജീബ് കാക്ക് കിടക്കാൻ സ്ഥലം കൊടുക്കുന്നു, അതുപോലെ ഭക്ഷണം കൊടുക്കുന്നു. ആ നോവൽ ഞാൻ വായിച്ച സമയത്ത് ലിറ്ററലി ഞാനിങ്ങനെ വിചാരിച്ചു, പഠിച്ചോൻ ഇത്രയും നല്ല മനുഷ്യന്മാരൊക്കെ ലോകത്തുണ്ടോന്ന്. ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഭക്ഷണം കൊടുക്കുകയും അതുപോലെ താമസിക്കാൻ ഇടം കൊടുക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം നമുക്കൊരു കൈൻഡ് ഓഫ് റീഡർ സാറ്റിസ്ഫാക്ഷനാണ് എൻഡിലെത്തുമ്പോൾ നമുക്ക് ആ നോവലിൽ കിട്ടുന്നത്. ഈയിടെ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഹോട്ടൽ ഉടമൻ്റെ പേര് കുഞ്ഞിക്കായാണ് കേട്ടോ, കുഞ്ഞിക്കാക്ക. അപ്പോൾ കുഞ്ഞിക്കായുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചതേ ഇല്ല ഇങ്ങനെ ഒരു മനുഷ്യനായിരിക്കും ഇയാൾ, എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാനിവിടെ താഴെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. രക്ഷപ്പെടുത്തിയത്, കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ പരിചയപ്പെടുത്തി ആ നിലയിൽ കണക്ട് ചെയ്തു കൊടുത്തത്, ഭക്ഷണം നൽകി ജീവൻ രക്ഷയുൾപ്പെടെ ഒരു മലയാളിയായിരുന്നു. മലബാർ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു, ഒരു കുഞ്ഞുമോ മുതുക്കിയായിരുന്നു എന്ന്. അത് അങ്ങ് തന്നെയാണ്. അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അത് ഞാൻ തന്നെയാണ്, നമുക്ക് അറിയാം, ഞാൻ തന്നെയാണ് ആള്. അതങ്ങനെ ഒരാളിങ്ങനെ ഒരു വിശന്നിട്ട് ഒരാൾ വന്നാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മളെ മതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണുള്ളത്. എന്നോ അവനക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ നമ്മളവർക്കൊരു സഹായം ചെയ്ത് കൊടുത്തതെന്നുള്ളേ ഉള്ളൂ. അല്ലാതെ നമ്മളതങ്ങനെ വേറൊരു വലിയൊരു വാർത്തയാണോ എന്നുള്ള നേരമൊന്നും നമ്മൾ ചെയ്തതല്ല. പിന്നീടാണ് അത് വലിയൊരു വാർത്തയായി വരുന്നത്. അങ്ങനെ കുറേ ആൾ നമ്മളെടുത്ത് വന്നു പോയതുണ്ട്. ഏറ്റവും കുറഞ്ഞതിൻ്റെ ഓർമ്മയിൽ ഒരു 15-16 ആൾക്കാർ അങ്ങനെ വന്നു പോയതുണ്ടാവും. ഇയാളൊരു കൂടുതൽ ദിവസം, ഒരു 10 ദിവസം നമ്മളെടുത്ത് താമസിക്കേണ്ടി വന്നു. ഇയാൾക്ക് നാട്ടിലേക്ക് പോരാൻ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് താമസിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ കൂടുതൽ മുപ്പരയ്ക്ക് നമ്മൾ ഡേറ്റ് ഇതായത്. മറ്റേ 4 ദിവസം 5 ദിവസം ഒരാഴ്ച 10 ദിവസം ഒക്കെ ഉള്ളു. അപ്പോൾ അങ്ങനെ നാട്ടിൽ കയറി പോരും. ആ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, മെലിഞ്ഞൊട്ടിയ ശരീരം, മുടിയൊക്കെ നീട്ടി വളർത്തി, നഖമൊക്കെ ആ നിലയിൽ വളർന്ന് ശരീരത്തിൽ ആസകലം ചളി പുരണ്ട, കുറേ കാലമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് അങ്ങയുടെ മുൻപിലെത്തുന്നത്. എങ്ങനെയാണ് അത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ സത്യമാണ്. കാരണം അയാൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം 2-3-4 പ്രാവശ്യമാണ് ആകെ കുളിച്ചിട്ടുള്ളത്. ഡ്രസ്സ് മാറിയില്ല, നാട്ടിൽ നിന്ന് കൂടുതൽ ഡ്രസ്സാണ് ആയിരുന്നുള്ളത്. അങ്ങനെ കയറി പറഞ്ഞാൽ അതിനിടും. പിന്നെ നഖമൊക്കെ ഏകദേശം ഒരു പുലിയുടെ നഖമായിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ ചേട്ട തൂങ്ങിയിട്ട് വേക്കൽ, പിന്നെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ വേക്കലേക്ക് തൂങ്ങി കിടക്കായിരുന്നു മാത്രം. മരുഭൂമിയിലെ പൊടിയും ചെളിയൊക്കെ അറിയിട്ട് ഇങ്ങനെ ചെട പിടിച്ചും കൊണ്ടായിരുന്നു. അത് വന്ന് നമ്മൾ ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് മുടിയൊക്കെ സാപ്പ് കൊണ്ടുപോയി വെട്ടിച്ച് ക്ലിയറായി. പിന്നെ ക്ലിയറായി ആൾ വന്നപ്പോൾ ശരിക്കൊരു മാനസികത തെറ്റിയ രീതിയിലായിരുന്നു ആൾ. അങ്ങനെ ബസ്സയിൽ ഇങ്ങനെ ടൗണിൽ കൂടി അങ്ങോട്ട് കൊണ്ട് നടക്കും. പിന്നീട് ഒരാളിൻ്റെ നമ്മളൊരു കൂട്ടുകാരൻ വരെ അങ്ങനെ ഒരാളവിടെ നടക്കുന്നുണ്ട്, ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടിക്കൊടുന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മളടുത്ത് അങ്ങനെ റൂമുണ്ട്. നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ പുതിയ വിസക്ക് വരും അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് വരുന്നവരൊക്കെ താമസിക്കാൻ കൊടുക്കുന്ന റൂം നമ്മളെടുത്തുണ്ട്. കാരണം ഹോട്ടലായതുകൊണ്ട് ഹോട്ടലിലെ റൂമിൽ കിടത്താൻ പറ്റില്ല. കാരണം ജോലിക്കാർക്ക് കണക്കാക്കിയ സമയം ഉണ്ടാവുള്ളൂ ഉറങ്ങാൻ. അപ്പോൾ ഒരാൾ പുറത്തൊരാളുണ്ടാകുമ്പോൾ അവർക്ക് ഉറക്കിന്
വെള്ളിയാഴ്ച പുറത്ത് റൂമുണ്ടായിരുന്നു നമ്മളെടുത്ത്, അവിടെ പോയി കിടക്കും, ഭക്ഷണം നമ്മളെടുത്ത് വന്ന് കഴിക്കും. അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെയാണത്. ഏറെ അവശനായിരുന്നു നജീബ്. അങ്ങ് ഭക്ഷണം കൊടുക്കുന്നത്? ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത എത്രയോ ദിവസമായി കിട്ടാത്ത ഭക്ഷണം കിട്ടുമ്പോൾ അതിൻ്റെ ആർത്തിയോടെ കഴിക്കുന്നത് നമ്മൾ നോക്കി നോക്കുമ്പോൾ നമുക്ക് തന്നെ ആ ദയനീയാവസ്ഥ മനസ്സിലാവും. ശരിക്കും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ പൊട്ടും അപ്പോൾ. കാരണം എന്താ പറഞ്ഞാൽ ഒരു വിശപ്പിൻ്റെ ആർത്തി കൊണ്ടാണ് ആൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ നമ്മളൊക്കെ ഇത് 2 നേരം 3 നേരം അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ 2 ദിവസം ഭക്ഷണം കഴിക്കാൻ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അത് ചിന്തിക്കുമ്പോൾ ആൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഓരോ മനസ്സിൽ ഭയങ്കര സങ്കടം വരും. ഇത് ഗൾഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സമ്പത്ത് സമ്പാദിക്കാൻ പോകുക എന്നുള്ളതാണ് പൊതുവെ ജനങ്ങളൊരു ധാരണ. അവിടെ ഇങ്ങനത്തെ ഒക്കെ ജീവിതങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് അപ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാവുക. ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഒരു ഉറുപ്പ്യ പോലും അയാൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, റിയാൽ പോലും കൊടുത്തിട്ടില്ല. ശമ്പളം ചോദിക്കുമ്പോഴൊക്കെ ആൾക്ക് അടിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ കുഞ്ഞിക്ക ഇതിൽ പറയുന്നുണ്ടല്ലോ, അതായത് ബെന്യാമീൻ, അതായത് ഈ നോവലിസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നോവൽ എഴുതുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും ഹോട്ടലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളല്ല കുഞ്ഞിക്ക എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ എന്നിട്ടും ബെന്യാമിൻ അദ്ദേഹത്തിൻ്റെ ഊരും വിലാസമൊക്കെ തേടി അതെല്ലാം നോവലിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഈ കുഞ്ഞിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സർവീസ് മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം നജീബിനെയും ഇതുപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫെയിമോ ഒന്നും ഉദ്ദേശിച്ചിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളല്ല. ഒരു ഔട്ട് ഓഫ് ഹ്യൂമൻ കൺസേൺ മാത്രം ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ലോകത്ത് ഉറവ പറ്റാത്ത സ്നേഹം ഇപ്പോഴും ഉണ്ട്, ഉറവ പറ്റാത്ത മനുഷ്യത്വം ഇപ്പോഴും ഉണ്ടെന്ന് കുഞ്ഞിക്കാനെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കുഞ്ഞിക്കായി ഇൻ്റർവ്യൂവിന് തന്നെ എന്തൊക്കെയോ നിർബന്ധത്താൽ വഴങ്ങിയതാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇൻ്റർവ്യൂവിനും ഒന്നിനും സത്യത്തിൽ ഇൻ്റർവ്യൂവിനൊന്നും മുഖം കൊടുക്കാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നജീബിനെ കണ്ട സമയത്ത് നജീബിൻ്റെ ഒരു ലുക്ക്, മുടിയും താടിയെല്ലാം മൊത്തത്തിൽ വളർന്ന് കാട് പിടിച്ച് ജട പിടിച്ചൊരവസ്ഥയാണ്. നഖമൊക്കെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് വളർന്ന് അങ്ങനെ ഒരു എന്താ പറയുക, വിജനന്നല്ല വികൃതമായൊരു രൂപത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ മുടിയും താടിയെല്ലാം വെട്ടിച്ച് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും നജീബിന് പഴയ ഒരു ആരോഗ്യത്തിലേക്കൊക്കെ തിരിച്ചു വരാൻ. ചിലപ്പോൾ നഷ്ടപ്പെട്ട ആരോഗ്യം ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ. അപ്പം അതിൽ ആ നോവലിനകത്ത് പറയുന്നുണ്ട്, ഏകദേശം ഒരാഴ്ചക്കുള്ള വെള്ളം ഒരുമിച്ച് കൊണ്ടുവരിയിരിക്കുന്നു. ഈ 2-2.5 വർഷത്തിനിടയിൽ വയറ് നിറച്ച് അല്ലെങ്കിൽ ദാഹം നിറക്കാനുള്ള വെള്ളം ഒരിക്കൽ പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആടുകൾക്ക് കൊണ്ടുവരുന്ന വെള്ളം അത് കട്ടുകുടിക്കുക അതെല്ലാം അതിൻ്റെ ഒരു ദാഹിക്കുന്ന സമയത്ത് ആ ദാഹം മൊത്തത്തിൽ തീരാനുള്ള അത്ര വെള്ളം ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ നമ്മുടെ കുഞ്ഞിക്കാൻ്റെ അടുത്തേക്ക് എത്തുന്നത്. കുഞ്ഞിക്ക കൊടുത്തിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷത്തെ പ്രയാസങ്ങളെ ഒരു പരിധി വരെ മറക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്നേഹം കൊടുത്ത് പിന്നെ കുറേ ദിവസം 16 ദിവസം കുഞ്ഞിക്കാൻ്റെ കൂടെ കുഞ്ഞിക്കാൻ്റെ ഹോട്ടൽ റൂമിൽ താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി പോലീസിന് പിടികൊടുക്കണം. അങ്ങനെ പോലീസിന് പിടികൊടുത്ത് അങ്ങനെയാണ് പിന്നെ അദ്ദേഹം നജീബ് നാട്ടിലെത്തുന്നത്. എന്തായാലും ഈ കഥ നോട്ട് ലെസ് ദാൻ എ ഫെയറി ടെയിൽ എന്ന് ഞാൻ പറയും. കാരണം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കഥയല്ല, പക്ഷെ ഇത് ഉള്ള കഥയാണ്. പക്ഷെ ആ ഈ ഒരു സ്റ്റോറിക്ക് ശേഷം ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആടുജീവിതം അനുഭവിച്ചിട്ടുള്ള കുറേ പേര് വരുന്നുണ്ട്. എനിക്കും ഇതുപോലെ കഥകൾ പറയാനുണ്ട്. കുറേ പേർക്ക് ഉണ്ടാവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കുറേ പേർക്ക് പറയാനുണ്ടാവും. കാരണം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. കുറേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി വരും. എല്ലാ മനുഷ്യന്മാർക്കും ബെഡ് ഫുൾ ഓഫ് റോസസ്, അതായത് ജീവിതം മൊത്തം സ്വർഗ്ഗപ്പൂന്തോപ്പാവില്ല. കുറേ പേർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും. പരീക്ഷണങ്ങളിൽ ഒരു നല്ല പരീക്ഷണം നേരിട്ടൊരു മനുഷ്യനാണ് നജീബ് ഖാൻ. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് കുറച്ച് പബ്ലിക് കമൻറ്റ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നമ്മുടെ കുഞ്ഞിക്കാനെ കുറിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞിക്കാനെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു എന്താ പറയുക, കണ്ണ് തുറക്കാനുള്ള ഒരു വ്യക്തി കൂടിയാണ്, കണ്ണ് തുറപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ കുഞ്ഞിക്ക. കാരണം എല്ലാവരും പറയാം മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്രാറ്റ്സ് ആണ്, അതുപോലെ തന്നെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണെന്നൊക്കെ പറയുമ്പോൾ മനുഷ്യത്വമുള്ള മനുഷ്യന്മാരാണ് മുസ്ലിംസ് എന്ന് കാണിക്കുന്ന ഇതും കൂടെ ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിലെ റിലീജിയനെ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ സഹായിച്ചത് എൻ്റെ മതത്തിൽ കൂടെ പറയുന്നുണ്ടല്ലോ, എൻ്റെ മതം കൂടെ പറയുന്നുണ്ട് അവശരായി വരുന്ന ആളുകളെ സഹായിക്കണം എന്നുള്ള എൻ്റെ മതം പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം നമുക്ക് ഇസ്ലാമിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് നിരാലംബരായ ആളുകൾക്ക്
ഒരു സഹായഹസ്തം നൽകുക എന്നുള്ളതാണ് മതത്തിൽ പഠിപ്പിക്കുന്നത്. അതല്ലാതെ മറ്റുള്ളവരെ കൊന്നെടുക്കുക അതുപോലെ തന്നെ വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുഞ്ഞിക്കാനെ കണ്ടതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കോമൻസ് വായിക്കാം. ഇദ്ദേഹത്തെ പോലെ പുതുതായി ഗൾഫിലെത്തുന്ന നിരാലംബരായ മലയാളികളെ ഭക്ഷണവും താമസ സൗകര്യവും സൗജന്യമായി കൊടുത്ത മലയാളി ഹോട്ടലുകാർ ദുബായിലും ഉണ്ടായിരുന്നു. നല്ല മനസ്സിൻ്റെ ഉടമകൾ. ശരിയാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യത്തും ചിലപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞിക്കമാരുണ്ടാവും. 2.5 വർഷത്തെ ഉണക്ക കുബൂസ് നരക ജീവിതത്തിന് ശേഷം ആദ്യമായി നമ്മുടെ പൊന്നു നജീബിക്കൊക്കെ വയർ നിറച്ച് രുചിയുള്ള ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാനാണ് കുഞ്ഞിക്ക. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ. മുസ്ലിം ഗൾഫിൽ ചെല്ലുമ്പോൾ നായരും പുലയനും ഈഴവനും ഇരുമുറിയിൽ കിടന്നുറങ്ങും. കേരളത്തിൽ വിമാനം ഇറങ്ങിയാൽ പിന്നെ ഞാൻ കൂടിയ ജാതി കുറഞ്ഞ ജാതി. ഈ സ്ഥിതി മാറണം. കേരളത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നവർ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. എന്താ കാരണം? ഇവിടെ ജോലി കിട്ടാൻ പ്രയാസം. സർക്കാർ ജീവനക്കാർ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കാണുന്നത് അന്യഗ്രഹജീവികളെ പോലെ. കൈക്കൂലി, തെരുവ് നായ്ക്കൾ, ഗുണ്ടകൾ, കപട ഭരണാധികാരികൾ. അടുത്ത കാലത്ത് നടത്തിയ സർവേയിൽ സമാധാനമുള്ള രാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് അറിയാമോ? 126. ഈ സത്യങ്ങൾ മനസ്സിലാക്കിയവരാണ് ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാത്തത്. കുഞ്ഞിക്കൊക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ. റിയാദിലായിരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഹോട്ടൽ മലബാർ. അന്ന് നോമ്പുതുറ ഹോട്ടലിൽ ഫ്രീ ആയിരുന്നു. ഞാൻ കണ്ടതിൽ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് ഈ കുഞ്ഞാക്ക. നല്ലൊരു മനുഷ്യ സ്നേഹി. അതുപോലെയാണ് മകൻ ഷമീറും. അന്ന് മലബാർ ഹോട്ടലിൽ പോയാൽ വയറ് നിറയും, മനസ്സും നിറയും. പ്രവാസത്തിന്റെ നല്ല ഓർമ്മകൾ. പിന്നെ നജീബ് ഖാൻ അന്ന് വിശപ്പോടെ കഴിച്ച ഭക്ഷണത്തിന്റെ മൂല്യം വിലമതിക്കാത്തതാണ്. ഒരുപക്ഷെ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും രുചിയുള്ള ആഹാരവും അതുതന്നെയായിരിക്കും. അവശരെ സഹായിക്കുന്നത് കൊട്ടിഘോഷിച്ച് നടക്കുന്നവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ സ്നേഹനിധിയായ കുഞ്ഞിക്ക. ഭരണകാരുണ്യവാൻ താങ്കൾക്കും കുടുംബത്തിനും നല്ലത് മാത്രം നൽകി അനുഗ്രഹിക്കട്ടെ. ബത്തയിലെ വരണ്ട മരുഭൂമി താണ്ടി വന്ന നജീബിനെ വിനയം കൊണ്ട് തല താഴ്ന്നു പോകുന്ന മരുപ്പച്ച പോലെ ഒരു മനുഷ്യന്റെ മടിയിലെത്തിച്ച ദൈവം എത്ര കാരുണ്യവാൻ. വളരെ സത്യമാണ്. ഈ മുസൽമാൻ അള്ളാഹു നല്ലത് മാത്രമേ കൊടുക്കുള്ളൂ. ഇത്രയും നല്ലൊരു മനുഷ്യനെ എവിടെ കിട്ടും? ദേഹമാസകലം ചളി പിടിച്ചിരിക്കുന്ന ആളെ സ്വന്തം കടയിൽ കയറ്റി ഭക്ഷണം കൊടുക്കാൻ ആ നിമിഷം കാണിച്ച് നല്ല മനസ്സ്. സിനിമ കണ്ട് കുറെ കരഞ്ഞു. സാർ ചെയ്ത ഇത്തരം നല്ല പ്രവർത്തികൾക്ക് ഇനിയുള്ള 10 തലമുറ വരെ നിങ്ങളെയും കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ. ഞാൻ ജോലി അന്വേഷിച്ച് ദുബായിൽ ചെന്നപ്പോൾ കോഴിക്കോട്ടുകാരനായ ആളുടെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചത്. എൻ്റെ കയ്യിൽ നിന്നും വേറെ 2 പേരുടെ കയ്യിൽ നിന്നും ജോലി ആവുന്നത് വരെ റൂം റെന്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഭക്ഷണത്തിന് പണം മേടിച്ചില്ല. അവരുണ്ടാക്കുന്ന മുന്തിയ ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം. വലിയ ധനികരൊന്നുമല്ല, പക്ഷെ ധനം തോറ്റുപോകുന്ന മനസ്സുകൾ. ദൈവം അദ്ദേഹത്തിന് എല്ലാ കാലവും രക്ഷയാകട്ടെ, തുണയാകട്ടെ. ആമീൻ. നോവൽ വായിച്ചപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ ആ കാർ ഓടിച്ചിരുന്ന വ്യക്തിക്ക് വേണ്ടിയും. ഞാൻ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. അതുമതി നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും സ്വർഗം കിട്ടാൻ. ഇന്ന് സിനിമ കണ്ട് വന്നേ ഉള്ളൂ. നജീബിനെ രക്ഷപ്പെടുത്തിയ ആളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് യൂട്യൂബിൽ കാണുന്നത്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും താങ്കൾക്കും കുടുംബത്തിനും എപ്പോഴും ഉണ്ടാകും. നല്ലൊരു മനുഷ്യൻ. ഇതൊക്കെയാണ് യഥാർത്ഥ മുസ്ലിം സഹോദരൻ, അല്ലാതെ മതഭ്രാന്ത് പറയുന്ന കളല്ല. അടുത്തത്, ഏറെ സ്നേഹമാത്രം കുഞ്ഞിക്ക. അങ്ങാണ് മനുഷ്യൻ. നോവൽ കുറെ മുമ്പ് വായിച്ചതാണ്. അന്നേ കുഞ്ഞിക്ക ആരാണ് എന്നറിയാൻ ആകാംക്ഷ ഉണ്ടായിരുന്നു. സിനിമ കണ്ടപ്പോഴും അങ്ങയെ അറിയാൻ ആഗ്രഹം തോന്നി. സന്തോഷം. സഹജീവികളെ സഹായിക്കാനുള്ള നല്ല മനസ്സിന് ഏറെ ആദരവ്, ഏറെ സ്നേഹം. പിന്നെ മലബാറിൻ്റെ മാപ്പിള മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇതുപോലെ മലബാർ ഹോട്ടൽ നടത്തുന്നുണ്ട്. ജാതിയും മതവും നോക്കാതെ വിശന്നു വരുന്ന മനുഷ്യർക്ക് അവർ ഭക്ഷണം നൽകും. സ്നേഹത്തിൻ്റെ ആൾരൂപങ്ങൾ. പ്രവാസികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അനുഭവം പങ്കുവെക്കൂ. 1990 മുൻപ് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുഞ്ഞിക്കാനെ പ്രശംസിച്ചു കൊണ്ടിട്ടാണ് കമൻ്റ് ഇട്ടിട്ടുള്ളത്. സത്യത്തിൽ കുഞ്ഞിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികൾക്കും എല്ലാ മുസ്ലിങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു പേരാണ്. നജീബ് ഖാനെ പോലെ ഒരു സർവൈവർ, അതായത് ഒരു മരുഭൂമി സർവൈവറിനെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന അത്രയും മനുഷ്യത്വം തുളുമ്പുന്ന ഒരു പേരാണ് കുഞ്ഞിക്ക. അപ്പോൾ കുഞ്ഞിക്കാനെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. അദ്ദേഹത്തിന് എന്തായാലും പഠിച്ചോ നല്ലത് മാത്രം നൽകുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലത് മാത്രം നൽകട്ടെ. ആ കുഞ്ഞിക്ക നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പോൾ ഇത്രയും ഒന്നും സ്നേഹവും ഇത്രയും ഒന്നും കാരുണ്യമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഞ്ഞിക്കാൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ 1% നമ്മൾക്ക് ചെയ്യാൻ സാധിക്കണം അല്ലേ? അപ്പം നമുക്കും ഇതെല്ലാം ഒരു മാതൃകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റിൽ പറയൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ.